അവിടുത്തെ പല ഇടതുപക്ഷ കുടുംബങ്ങളും നമ്മുടെ കൂടെ ഈ ഇലക്ഷന് മുമ്പ് നമ്മളോടൊപ്പം ഉണ്ടാവും. നാല് വർഷക്കാലമായിട്ട് ഇടതുപക്ഷമായിട്ട് നിൽക്കാം. എൻ്റെ ഒരു ആഗ്രഹം രാഷ്ട്രീയത്തെക്കാൾ ഉപരി എൻ്റെ നാട്ടിലൊരു വികസനം നടക്കണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അത് നമ്മുടെയാണ്, അതല്ലെങ്കിൽ ഭീഷണിയിൽ അവർ നമ്മുടെ ആവും എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമുള്ള സ്ഥലമാണ്. നമ്മളൊക്കെ പല കമ്മിറ്റികളിലുണ്ടാവുകയും പാർട്ടി മെമ്പറായിട്ട് ഇടയ്ക്കൊക്കെ ചെയ്ത കാലഘട്ടത്തിൽ നമ്മളിതിനൊക്കെ തിരുത്താൻ ശ്രമിച്ചു. നിങ്ങൾക്കറിയാം, തിരുത്താൻ ശ്രമിച്ചാൽ അവർ പുറത്താണല്ലോ പാർട്ടിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർ പുറത്താക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിൽ നിന്ന് പിന്മാറിപ്പോകും, സ്വസ്ഥമായിട്ട് കഴിയായിരുന്നു. പക്ഷേ എത്ര കണ്ട് ആ നാടിനെ ദ്രോഹിച്ച ആളുകൾ വീണ്ടും വരുന്ന കാണുമ്പോൾ നമ്മളൊക്കെ ഒരു മനുഷ്യനെന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ നാടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കത് നമുക്ക് വിഷമമുണ്ടാക്കി. ഞാൻ സ്വതന്ത്രമായിട്ട് നിൽക്കും എന്നൊരു പ്രഖ്യാപനം എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ നടത്തിയത്. ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥാനം തന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വീകരണം തന്ന് ഞാൻ ഈ പാർട്ടിയിലേക്ക് സ്വീകരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം മുൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഗ്രാമസഭകളിലൊക്കെ ഞങ്ങൾ തമ്മിൽ തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളും എന്റെ സുഹൃത്തുക്കളാണ്. എന്നെ എങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം അടക്കം എന്റെ സുഹൃത്തുക്കളാണ്. കാരണം ഞാൻ ആരോടും തല്ലിടാനോ പഠിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷെ എനിക്കൊരു സ്വഭാവ ദൂഷ്യം എന്ന് പറയുന്നത് തെറ്റ് കണ്ടാൽ ഞാൻ മുഖത്തേക്ക് പറയും. അതിന് രാഷ്ട്രീയത്തിൽ അത് പാടില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ പാർട്ടിയിലേക്ക് ഞാൻ പഠിച്ചതാണ്. എങ്കിൽ തന്നെയും അതവിടെ വിട്ടുപോയിട്ടില്ല. ചില കാര്യങ്ങൾ ഞാൻ എന്നെ പൊട്ടിത്തെറിച്ച് പറയും. അത് എന്റെ ലക്ഷ്യം എന്റെ നന്മയല്ല, മറിച്ച് പാർട്ടിയുടെ നാടിന്റെ നന്മയെ പ്രതിയാണ് ഞാൻ എന്ന് ചിന്തിക്കാറുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ജനങ്ങൾക്ക് കുറെ ബോധ്യം വന്നു തുടങ്ങി. പഴയ രാഷ്ട്രീയമല്ല, നമുക്കറിയാം, പഴയ ദോഷമൊന്നുമല്ല. ആളുകൾ ചിന്തിക്കുന്ന ബോധമുള്ള ആളുകളൊക്കെ വന്ന് തുടങ്ങിയ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിന് അതിൻ്റെതായ ഇളക്കങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഇളക്കത്തെ മുതൽക്കൂട്ടാക്കി മാറ്റാനും എന്റെ നാട്ടുകാർ എന്റെ ഒപ്പം നിൽക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ആ പ്രതീക്ഷയെ മുതലെടുത്ത് അല്ലെങ്കിൽ മുതലാക്കിക്കൊണ്ട് അവർക്ക് തിരിച്ച് നന്മ ചെയ്യാനും സാധിക്കും. അങ്ങനെ സാധിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ടിയുടെ ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടും ആ ഒരു സപ്പോർട്ടോട് കൂടി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ, സത്യം പറഞ്ഞാൽ എന്റെ കുടുംബപരമായിട്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാരായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം വോട്ട് ചെയ്ത് ചോദിച്ചു തന്നെയാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഞങ്ങൾക്ക് മാറിപ്പോയത്. അപ്പോ എന്റെ ഉള്ളില് നാടിനെ സ്നേഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് ഇതിനെ കുറിച്ചൊരു ചർച്ച ഗൗരവമായിട്ട് നടക്കുന്നത്. ഞാൻ ഭാര്യയോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞപ്പോ ഒക്കെ എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ നാളെ ഒരു 10 മണി വരെയെങ്കിലും എനിക്ക് സമയം തന്നെ. കാരണം ഭാര്യ എന്ത് പറയുന്നു പറഞ്ഞിട്ട് കാര്യമല്ലോ. നാട്ടുകാർ മൊത്തം കൂടിയുണ്ട്, ഭാര്യ കൂടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഭാര്യയൊന്നും സമ്മതിപ്പിക്കണേന്ന് പറഞ്ഞു. എന്തായാലും എന്റെ ഇഷ്ടത്തിന് കൂട്ടുവെക്കുന്ന ഭാര്യ ആയതുകൊണ്ട് തന്നെ ഭാര്യ പറഞ്ഞ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നാട്ടിലുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരെയൊക്കെ 1, 2, 3, 5 പേരെ ഞാൻ രാവിലെ തന്നെ പോയി കണ്ടു. അവരുടെയൊക്കെ അനുവാദം ഞാൻ വാങ്ങി. കാരണം എനിക്ക് നേതൃത്വത്തിന്റെ അനുവാദം മാത്രം പോരാ, എനിക്ക് എന്റെ നാട്ടുകാരായിട്ടുള്ള പ്രവർത്തകരുടെ അനുവാദം വേണമായിരുന്നു. അവരെല്ലാവരും വളരെ സന്തോഷത്തോടും വളരെ ആവേശത്തോടും കൂടി എന്നോട് നിൽക്കാൻ പറഞ്ഞു. അതനുസരിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത്. പൗരസ്വാമി ഞാൻ കുറെ നേരെ ഇവിടെ നോക്കും. എന്തായാലും സന്തോഷം. കാരണം പൗരസ്വാമി രാവിലെ പോയി കണ്ടിരുന്നു. പൗരസ്വാമി ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ സപ്പോർട്ട് തന്ന ഒരാളാണ് പൗരസ്വാമി. കാരണം ഞാൻ പൗരസ്വാമി അത്ര തന്നെ സപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചില്ല. കാരണം പൗരസ്വാമി രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു എതിർപ്പ് കാണിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നോട് ഏറ്റവും സ്നേഹത്തോടെ പൗരസ്വാമി ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു തരികയും ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത് പൗരസ്വാമിയാണ്. അതുപോലെ ദാസനേട്ടൻ, അതുപോലെ അവിടെയുള്ള എല്ലാവരും തന്നെ, സുരേഷ് ഏട്ടൻ എന്നോട് പറഞ്ഞത് സ്വാമിനെ കണ്ടപ്പോൾ സ്വാമി വേറെ വീട്ടില്ല. കാരണം മുൻപ് പറഞ്ഞ വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചിയുടെ ഉണ്ടായില്ല. സ്വാമിനോട് പറഞ്ഞു നിങ്ങളുടെ കട്ടയ്ക്ക് എന്തിനും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട്. എനിക്ക് ഇനിയും ഇതുപോലെ എല്ലാവരോടും കൂടിയിട്ട് ഒരു നന്ദി പറയാനായിട്ട് ഒരു അവസരം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം ഇവരാണ് എന്നെ നയിക്കേണ്ടവര്, എനിക്ക് എന്നെ നിർദ്ദേശിക്കേണ്ടവര്, എന്നെ സഹായിക്കേണ്ടവര് ഇവരൊക്കെയാണ്. അതുകൊണ്ട് കൽസിച്ചി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൽസിച്ചി നിന്നപ്പോ രഹസ്യമായിട്ട് സഹായമൊക്കെ ചെയ്തു. ഞാൻ വിചാരിച്ച കൽസിച്ച് കയറി പോരും വിചാരിച്ച. പക്ഷെ അവിടെ ചെറിയ പാളിച്ചകൾ വരുന്നത് നിസ്സാര കാര്യത്തിലാണ് പരാജയപ്പെട്ടത്. ഒരു പരാജയമല്ല, കാരണം അത് നമുക്കറിയാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ. എന്തുകൊണ്ടേ ഈ പ്രാവശ്യം വിജയിച്ച് കയറാനായിട്ട് നിങ്ങളിൽ ഒരാളായിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന് ഒരു കരുത്തായിട്ട്, കറുകുറ്റിയുടെ ഒരു കരുത്തായി മാറാനായിട്ട് എനിക്ക് ആകും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഞാൻ പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ഇത് സാധിക്കേണ്ടി വരും. കാരണം ഞാൻ
ഞാൻ